17/5 ഡിവൈഡഡ് ബൈ 17/3.5 ഗുണം 17/4.5 ഈക്വൽ ടു 17 എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, 17/7.5 ഡിവൈഡഡ് ബൈ 17/3.5. ഇവിടെ ഇതിന് നമുക്ക് 17/7.5 ഡിവൈഡഡ് ബൈ 17/3.5 എന്ന് എഴുതി കൂടെ? എഴുതാമല്ലോ. അപ്പോൾ ഈക്വൽ ടു, ഇവിടെ നമ്മൾ കൃത്യങ്ക നിയമത്തിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സംഖ്യ a/m ഡിവൈഡഡ് ബൈ a/n എന്ന ഫോമിലാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് എഴുതാം? a/m - n എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ മാറും? 17/7.5 - 3.5 എന്ന് മാറും. ഇവിടെ 7.5 3.5 കുറച്ചാൽ 4, അപ്പോൾ 17/4. ഓക്കെ അല്ലേ? ഇനി എന്തുണ്ട്? ഈ 17/4 ഗുണം ഒരു 17/4.5 ഉണ്ട്. 17/4.5 ഈക്വൽ ടു, ഇവിടെ നമ്മൾ അടുത്ത കൃത്യങ്ക നിയമം ഉപയോഗിക്കുന്നു. എന്താണ്? ഒരു സംഖ്യ a/m ഇൻറ്റു a/n എന്ന ഫോമിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? a/m പ്ലസ് n എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടില്ലേ? a/m പ്ലസ് n. അപ്പോൾ ഇതെങ്ങനെ മാറും? 17/4 പ്ലസ് 4.5 എത്രയാണ്? 4 പ്ലസ് 4.5 എന്ന് മാറും. 4 പ്ലസ് 4.5 8.5, 17/8.5. അപ്പോൾ പവറിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ്? 8.5. ഓപ്ഷൻ ഡി.